അമ്മയുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അച്ഛനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിയെ ഇത്രയ്ക്ക് അവസ്ഥയുണ്ടായിരിക്കുമല്ലോ പോയത്. ആ അച്ഛനിനി ആ കുട്ടി ആ അമ്മ വരുമ്പോൾ എന്ത് മറുപടി പറയും? അത് ഓർത്ത് അവൻ വിഷമിക്കുന്ന വിഷമം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. സ്കൂളിലേക്ക് പോയ ഒരു കുഞ്ഞ്, ആ കുഞ്ഞ് മൃതശരീരമായി വെള്ള പുതച്ച് വീട്ടിലേക്ക് മടങ്ങി വരിക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ആഘാതം ഒരു മനുഷ്യന് എങ്ങനെയാണ് ഉണ്ടാവുക? അത്രയും അതിനേക്കാൾ വലിയൊരു ദുഃഖമുണ്ടോ ഈ ഭൂമിയിൽ? ശ്രീ മധു, അദ്ദേഹം ബന്ധുവാണ്, ഈ മരിച്ച കുഞ്ഞിന്റെ ബന്ധുവാണ് ശ്രീ മധു. സുജ കുവൈറ്റിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ജോലി ചെയ്യായിരുന്നു. അവര് ആ ജോലി ചെയ്യുന്ന കുടുംബത്തോടൊപ്പം തുർക്കിയിലേക്ക് പോയി എന്നാണ് മനസ്സിലാക്കിയത്. അല്പസമയം മുമ്പ് സുജയോട് ഈ കാര്യം പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ വീട്ടിലുള്ള അവസ്ഥ? സുജയടുത്ത് കാര്യം ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. എൻ്റെ ഞങ്ങൾ അടുത്തുമാണ്, ഏറ്റവും അടുത്ത് സഹകരിക്കുന്ന ഒരു കുടുംബമാണ് ഈ കുട്ടി എന്ന് പറയാൻ. എൻ്റെ വീട്ടിൽ സ്ഥിരം വരികയും എൻ്റെ കുട്ടിയായിട്ടൊക്കെ എപ്പോഴും ഒരേ രീതിയിൽ എന്ന് വെച്ചാൽ എപ്പം സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം എൻ്റെ വീട്ടിൽ വരികയും എൻ്റെ കുട്ടി അതേ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വേറെ സ്കൂളാണെങ്കിലും തൊട്ടടുത്താണ്. അതുകൊണ്ട് ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ഒരു കുടുംബം കുട്ടിയുമാണത്. മറ്റ് ദുസ്വഭാവങ്ങളൊന്നും അധികം ഇല്ല, ഒന്നുമില്ല. സാധാരണ കുട്ടികൾക്കുള്ള കുസൃതികൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ഇത് എന്താ പറയുക, ഭയങ്കര വിഷമസ്ഥിതിയിലാണ്. പിന്നെ ആ കുട്ടിയുടെ അമ്മയെ ഞങ്ങൾ അറിയിപ്പിച്ചിട്ടുണ്ട്. അന്നേരം എൻ്റെ വൈഫ് കുവൈറ്റിലായിരുന്നു. ഇവർ രണ്ടുപേരും തൊട്ടടുത്തടുത്ത ദിവസം ഒരു ഏജൻസി വഴിയൊക്കെയാണ് പോയത്. അപ്പോൾ അവർ സാധാരണ ഒരു കുടുംബമായിരുന്നു, ഭയങ്കര വിഷമത്തിൽ കഴിയുന്നൊരു കുടുംബമായിരുന്നു. അത് കാരണമാണല്ലോ നമ്മൾ ഈ സാധാരണ ജോലിക്കൊക്കെ പോകും. സാധാരണ ജോലിക്കൊക്കെ സ്ത്രീകൾ നമ്മൾ വീട്ടുകളിൽ നിന്ന് പോകുന്ന ആ ഒരു വിഷമം, കുടുംബത്തിലെ വിഷമങ്ങൾ കാരണം അങ്ങനെ പോയി ഇപ്പോൾ 6 മാസത്തോളം ആകുന്നു. ഇപ്പോൾ ഈ 2 മാസം മുമ്പ് ഈ പോയ കുടുംബത്തിൽ നിന്ന് അവർ തുർക്കിക്ക് പോകേണ്ടി വന്നു. അന്നേരം ആ കുട്ടി ഉൾപ്പെടെയാണ് പോയത്. എല്ലാവരും കുടുംബസമേതം പോയി. അപ്പോൾ അത് കഴിഞ്ഞൊന്ന് ഒരു ഇച്ചിരി കടങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ വരുന്ന ഒരു സാഹചര്യത്തിലാണ്. അവരുടെ അപ്പനായിരുന്നു ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കിയ, പണിയില്ലാത്ത മേശിരി പണിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പണിക്കൊക്കെ പോവുകയും വരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ ഭയങ്കര വിഷമസ്ഥിതി നടക്കുന്ന ഒരു സമയത്താണ് കുട്ടിക്ക് ഈ ഒരു ആകസ്മികമായ മരണം. ഏത് കാരണം കൊണ്ടോ, ആരുടെ കുറ്റം കൊണ്ടാണോ ആരുടെ വീഴ്ച കൊണ്ടാണോ സംഭവിച്ചത്, ഒരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഞങ്ങളുടെ നാടിനെ ഒരു തീരാ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് ഈ ഒരു സംഭവം. തീർച്ചയായിട്ടും താങ്കളോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അത്ര വലിയ ഷോക്കാണ്. ഒരു തവണ പോലും മിഥുനെ കണ്ടിട്ടില്ലാത്ത എനിക്കോ ഇത് കേൾക്കുന്നവർക്കോ ഒക്കെ ഉണ്ടാവുന്ന വിഷമം ഇത്രയാണ് എങ്കിൽ താങ്കൾക്ക് എത്രമാത്രം വലിയ വിഷമമാകും അത് എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ആ വീട്ടിൽ ഈ കുഞ്ഞിൻ്റെ മുത്തശ്ശിയും അച്ഛൻ മനുവും പിന്നെ ഒരു ഇളയ കുഞ്ഞുമാണ് ഉള്ളതെന്ന് തോന്നുന്നു, അല്ലേ? കുടുംബ സാഹചര്യം താങ്കൾ നേരത്തെ വിശദീകരിച്ചു. അതുപോലെ തന്നെ ഈ ദൃശ്യങ്ങളിലും കണ്ടു. വളരെ പാവപ്പെട്ട കുടുംബമാണ്, സാധാരണ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. എന്ന് മാത്രമല്ല ഈ കുഞ്ഞ് നന്നായിട്ട് പഠിക്കുന്ന മിടുക്കനായ കുട്ടിയായിരുന്നു. ഈ കുട്ടി ആ കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷ എന്നൊക്കെ പറയാമല്ലോ. അതെ, എല്ലാ പ്രതീക്ഷയായിരുന്നു. അപ്പൻ ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത്. രാപകലും ഞങ്ങൾ ഒരുമിച്ചുണ്ട് അത് ആ കുട്ടിയുടെ അപ്പനുമായിട്ട്. അപ്പം ഞങ്ങൾ ആ പ്രതീക്ഷ മുഴുവനായി ആ കുട്ടിയിലായിരുന്നു. എന്ന് പക്വതയായിട്ട് ഇങ്ങോട്ട് വന്ന ഒരു സമയമാണ്. ഒരു കുട്ടിയുടെ പിന്നെ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്ന ഒരു സമയമുണ്ടല്ലോ. ആ ഒരു സമയത്തിലേക്ക് വന്ന സമയം എന്ന് വെച്ചാൽ ഇപ്പോൾ ഹൈസ്കൂളിലോട്ട് ചെന്ന് 8ാം ക്ലാസ് മുതൽ വേറൊരു സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി. അപ്പം കൂടെ കൊണ്ടാക്കുകയും ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പിന്നെ കൊണ്ടുപോവുകയും കുട്ടികളോട് പറഞ്ഞ് മറ്റു ദുശീലങ്ങളൊന്നും പെടാതെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൻ്റെ രീതിയിലേക്ക് ആ കുട്ടി വന്ന് ആ ഒരു സാഹചര്യത്തിൽ അവരുടെ വീട്ടിലെ സാഹചര്യവും ഒന്ന് മാറി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ദാരുണമായ സംഭവം ഉണ്ടായത്. അതിൽ ഞങ്ങൾക്കെന്ന് വെച്ചാൽ പ്രദേശവാസികൾ മുഴുവൻ എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ തീരെ സഹിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ കുട്ടിയുടെ അടുത്ത് എന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് വരുന്നത്. കാര്യം ഒരുമിച്ച് കളിച്ച് വളർന്ന ആ ഒരു വിഷമം എൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് ഞാൻ ഉച്ചയ്ക്ക് പോയി ഉച്ചവരെ അറിയിച്ചില്ല. ഉച്ചയ്ക്ക് ഞാൻ ചെന്ന് എടുത്തുകൊണ്ട് വന്ന ആ ഒരു കിടപ്പ എൻ്റെ കുട്ടി അവിടെ കിടന്നതായിരുന്നു. എന്ന് വെച്ചാൽ അത്രയ്ക്കാണ് ഞങ്ങൾ. ഒരു ഓണം വന്നാലും അല്ലെങ്കിൽ വാവ് വന്നാലും വിശേഷങ്ങൾ വന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് കഴിയുന്നത്. അത്രയും ഒരു വിഷമമുണ്ട്. അത് എന്ത് കാരണം കൊണ്ടായാലും ഇനിയൊരു കുട്ടിക്കും അങ്ങനെ ഒരു ഇതുണ്ടാവരുത്, അങ്ങനെ ഒരു ആപത്തുണ്ടാവരുത്. അതിൻ്റെ
ആരായാലും അതിൻ്റെ മാനേജ്മെൻ്റ് ആയാലും സർക്കാരായാലും മറ്റ് PTA കമ്മിറ്റികളായാലും ആരായാലും ഏത് വിദ്യാഭ്യാസ വകുപ്പായാലും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ഇനിയും അങ്ങനെ ഒരു ആവർത്തി ഒരു സ്കൂളിൽ ഒരു കുട്ടികൾക്ക് സംഭവിക്കും, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു ആവർത്തി. ഇപ്പം തന്നെ ആ ഒരു കുട്ടിയുടെ അമ്മയുടെ കരച്ചിൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഞാനത് നേരിട്ട് കേട്ടതാണ് ഇപ്പോൾ ഫോണിൽ കൂടെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ വൈഫ് മുഖേന വിളിച്ചത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കഴിയാം കൂടെ. അതിന് എന്തോ പറയേണ്ടതെന്ന് പോലും അതിനറിയാൻ വയ്യ. അവരത് ആ കുട്ടി വരുമ്പോൾ ഒരു അച്ഛനെ ഏൽപ്പിച്ചിട്ട് ആ കുട്ടിയെ ഇത്രയ്ക്ക് അവസ്ഥയുണ്ടായിരിക്കുമല്ലോ പോയത്. ആ അച്ഛനിനി ആ കുട്ടി ആ അമ്മ വരുമ്പോൾ എന്ത് മറുപടി പറയും? അത് ഓർത്ത് അവൻ വിഷമിക്കുന്ന വിഷമം ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതുകൊണ്ടായി പറയുന്നത്. ഒരു കാരണവശാലും ഇത് ഇനി ഒരിടത്തും കേരളത്തിൽ, എന്നാൽ ഇന്ത്യയിൽ, ലോകത്തൊരിടത്തും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ ഉണ്ടാകരുത്. അതിനു വേണ്ടുന്ന നടപടികൾ അധികാരികൾ ചെയ്യണം. ആഗ്രഹിക്കാനേ കഴിയൂ ഇങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്ന്. എപ്പോഴാണ് അമ്മ നാട്ടിലെത്തുക? അത് തീരുമാനമായോ? അറിയിച്ചു എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞു. ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തേണ്ടതുണ്ട്. അതേക്കുറിച്ചൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന സാഹചര്യമായോ? അതിനുള്ള സാഹചര്യം ഇതുവരെ ആയിട്ടില്ല. അതിന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് അവരിങ്ങോട്ട് സമയം പോലെ ഇപ്പം ഇന്നലെ എത്രയും പെട്ടെന്ന് അറിയിക്കും. എന്തായാലും സങ്കടകരം.